കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കാപ്പ കേസ് പ്രതി, രണ്ടാം സത്യപ്രതിജ്ഞ, ധർണ, പ്രതിഷേധം, കയ്യാങ്കളി, അവിശ്വാസ പ്രമേയം, അടിപിടി, ഉന്ത് തള്ള്. ഓരോ ദിവസവും നാടകീയതകളാണ്. ഇതിനിടയിൽ തലസ്ഥാനത്തെ നഗരസഭയിൽ ഭരണം വല്ലതും നടക്കുന്നുണ്ടോ? അവിടെ എത്തുന്ന ജനങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതെല്ലാം കാരണം ജനങ്ങൾ വലയുന്നുണ്ടോ? നമുക്കതും അറിയണ്ടേ. ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന തലസ്ഥാന നിവാസികൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കൂടി നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും ആളുകളുടെ പ്രതികരണത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രതിഷേധവും തർക്കവും കയ്യാങ്കളിയുമൊക്കെയാണ് നമ്മൾ കണ്ടത്. ജനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ? ജനങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും ജനങ്ങളെ ബാധിക്കുന്നതാണ്. ജനങ്ങൾ പല ആവശ്യങ്ങളുമായിട്ട് നിത്യേന അവിടെ ആയിരക്കണക്കിന് ആളുകൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥാപനമാണ് നഗരസഭ എന്ന് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അതാരാ സാഹചര്യം ഉണ്ടാക്കി അവരതിൻ്റെ പ്രശ്നം. അങ്ങനെ സാഹചര്യം മേയർ ഇല്ലാതെ ആവാനുള്ള സാഹചര്യം ആരുണ്ടാക്കി അവരാ പ്രശ്നക്കാരി. ആരുണ്ടാക്കിയാലും ബുദ്ധിമുട്ടാണ്. ആരുണ്ടാക്കിയാലും ബുദ്ധിമുട്ട് തന്നെ. ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ? എന്താ തെമ്മാടുത്തരല്ലേ കാണിച്ചിട്ടിരിക്കണം. ഭരണസമിതി തന്നെ കയ്യാങ്കളി നടത്തൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോയി. ശരിക്കും പറഞ്ഞവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന്റെ പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും അത് മനസ്സിലാക്കേണ്ടത് ഒരു 45 വർഷക്കാലം അവർ ഭരിച്ചില്ലേ. അപ്പോൾ ജനങ്ങൾ BJPക്ക് ഭരിക്കാൻ അധികാരം കൊടുത്തതല്ലേ. ഇപ്പോൾ അവർ BJP നന്നായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിൽ ഭരിക്കട്ടെ, ജനങ്ങൾക്ക് ഉപകാരമല്ലേ സാർ. ജനങ്ങളെ അസഹിഷ്ണുത ഉള്ളവരാണ്, ഇതൊരൊന്നും പാടില്ല. ഇനി അവരൊരു മാൻഡേറ്റ് വരുമല്ലോ, ഇപ്പോൾ എടുത്തുകൂടെ അവർക്ക് സാർ? അതല്ലേ വേണ്ടുന്നത്. ഇപ്പോൾ തന്നെ VD സതീശൻ ഭരിക്കുന്നു, കുഴപ്പമില്ല. തുടക്കം വളരെ നന്നായിട്ടുണ്ട്, നല്ല പ്രതിപക്ഷമാണ്. പിണറായി സാറ് നല്ല പ്രതിപക്ഷവുമാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലല്ലേ. ഇത് വളരെ മോശമാണ്. അതായത് നമ്മളൊക്കെ K നായരെയും VS അച്യുതാനന്ദനെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അവരുടെയൊക്കെ നാണക്കേടാണ് സാർ. പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം പൊതുജനങ്ങളുടെ സൗകര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. അവരുടെ യാത്രാ സൗകര്യവും പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യത്തിന് വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അത് ആവശ്യത്തിനുള്ളത് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. 1000-ലധികം ജനങ്ങൾ നിത്യേന ആശ്രയിക്കുന്ന സ്ഥാപനമെന്ന നിലയ്ക്ക് ജനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുന്നു എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ ഇതിനു പിന്നിലെ രാഷ്ട്രീയ വശങ്ങളും കാണേണ്ടതുണ്ട് എന്നും ജനങ്ങൾ പറയുന്നു. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.